അല്ല വണ്ടിക്കകത്ത് പേപ്പർ ഉണ്ടോ എടുക്കാൻ വേണ്ടി. വണ്ടി എടുക്കുന്നില്ല. വണ്ടിയുടെ അവിടെ കിട്ടും. നിങ്ങൾ ഉപയോഗിച്ചോളൂ. എനിക്കിപ്പോ മെയില് വന്നിട്ടുണ്ട്. നമുക്ക് നാളെ മാരുതിയുടെ ഒഫീഷ്യൽസ് വരുന്നുണ്ട്. ആ ടൈമിൽ വന്നാൽ മതി കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം വരുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് 35 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന വണ്ടിക്ക് 20 മാസത്തിനകത്ത് ഇത്രയും പണി എങ്ങനെ ഉണ്ടാവുന്നത്? നമസ്കാരം, എൻ്റെ കൂടെ ഉള്ളത് കണിയാപുരത്തുള്ള ദൽഹത്ത് ചേട്ടനാണ്. അദ്ദേഹം ഒരു 35 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി എടുത്തു. ആ വണ്ടി എടുത്തതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ കഷ്ടപ്പാട് പറയാൻ വേണ്ടിയാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയത്. ചേട്ടാ, എന്താ സംഭവം എന്താ പറഞ്ഞോളൂ. ഞാൻ 20 മാസമായി, ഇന്നുൾപ്പെടെ 20 മാസമായി ഒരു വണ്ടി എടുത്തിട്ട്. അതായത് കേരളത്തിൽ ഫസ്റ്റ് ഇറക്കിയ ഞാനുമാണ്. ആ വണ്ടി ഇൻവിക്ടോ, മാരുതി ഇൻവിക്ടോ ആണ്, സുസുക്കിയുടെ. അതായത് ടൊയോട്ട ഹൈക്രോസ് മാരുതി ടൈപ്പ് ചെയ്ത് സുസുക്കി ഇൻവിക്ടോ എന്ന പേരിൽ ഇറക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അവർ തന്നു. ഞാൻ വണ്ടി എൻ്റെ പേരിലായി, എല്ലാം ഓക്കെ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നല്ല സൗണ്ട് വന്നു തുടങ്ങി. അവൻ കമ്പനി അറിയിച്ചു. അവർ വണ്ടി എടുത്തുകൊണ്ട് പോയി, അത് ആക്സിൽ മാറണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ വണ്ടിയാണ്. 6 മാസത്തിനകത്ത്. അതെ, ഫസ്റ്റ് മാസം തന്നെ വൈപ്പർ കംപ്ലൈൻറ്റ്. ഇത്രയും വിലയുള്ള വണ്ടി ഫസ്റ്റ് തന്നെ വൈപ്പർ കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ഇവരെ ഇൻഫോം ചെയ്ത് കമ്പനിയിൽ നിന്ന് ആൾ വന്നാലേ പറ്റൂ. അവിടെ നിന്ന് ആൾ വരണം, ഇങ്ങനെ ഈ വണ്ടി അവർ തൊടൂല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. കണിയാപുരം നെക്സയിലാണ്, സർവീസ് സെൻ്ററിലാണ് ഏൽപ്പിച്ചിരുന്നത്. പിന്നെ ഞാൻ അവരത് ഇൻഫോം ചെയ്ത് അവർ വന്നു ആക്സിൽ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ആക്സിൽ മാറി 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ആക്സിൽ മാറി. 86,000 രൂപയ്ക്ക് മേലെ വിലയുള്ള സാധനമാണ്. അവർ വാറണ്ടിയിൽ മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഇവർ വാറണ്ടിയുള്ള വണ്ടിയാണ്. അപ്പോൾ ഓരോ പാർട്സും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പുതിയ വണ്ടിയാണ്, മാനുഫാക്ചറിങ് ഡിഫോൾട്ട് ഉണ്ട് വണ്ടിക്ക്, എനിക്ക് വണ്ടി റിട്ടേൺ എടുത്ത്. അപ്പോൾ അവർ വലിയ സാധനം അങ്ങനെയില്ല. ഞാൻ വണ്ടി എടുക്കാതിരുന്നു. ലാസ്റ്റ് അവർ നഷ്ടപരിഹാരം എന്ന എനിക്ക് 30,000, 40,000, 50,000 സർവീസ് ഫ്രീ ആയിട്ട് അവരുടെ ലെറ്റർ പാഡിൽ തന്നെ എനിക്ക് അടിച്ച് ക്ലിയറായി തന്നു. സാറേ, ഇനി വണ്ടി കംപ്ലയിൻ്റ് ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഓരോ സൗണ്ട് വന്നുകൊണ്ടിരിക്കും. ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് വന്ന് ഇവർ അറിയിക്കുന്നുണ്ട്. ഇവർ വണ്ടി വരാറുണ്ട്. ഇവർക്ക് ഒരു വണ്ടിയേ ഉള്ളൂ. അതായത് കേരളത്തിൽ ഒറ്റ വണ്ടിയേ ഉള്ളൂ, ഇത് ഡെമോ ഉള്ള വണ്ടി. ആ വണ്ടി വന്ന് ഓടിച്ച് നോക്കി ഇങ്ങനെ. അപ്പോൾ അവർ ഓടിച്ചാൽ അവർക്ക് സൗണ്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അവരെ വിളിച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഏരിയയിൽ സൈലൻറ്റ് ഏരിയയാണ്, അവിടെ കൊണ്ട് ഓടിച്ചാൽ അവർക്ക് സൗണ്ട് മനസ്സിലായി. മാരുതി എന്നുള്ള ആളുണ്ട്, ഇൻഡസിൻ്റെ മെയിൻ ആൾ. ഇങ്ങനെ 3 പേര് വണ്ടി കയറിയിരുന്ന വണ്ടി ഓടിച്ചാൽ അവർക്ക് വീഡിയോ ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. അവർക്ക് സൗണ്ട് മനസ്സിലായി. അപ്പോൾ ഓക്കെ, അവർ വണ്ടി തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. വണ്ടി വന്നിട്ട് അവർ എടുത്തു. വണ്ടി കൊണ്ടുപോയി നോക്കി. അപ്പോൾ അതിൽ നിന്നുള്ള പാർട്സ് ഊരി ഇതിൽ വയ്ക്കും. എന്നിട്ട് വണ്ടി എൻ്റെ വീടിനെ അവിടെ ഓടിച്ച് നോക്കും. പിന്നെ ഇതിൽ നിന്ന് ഊരി അതിൽ വയ്ക്കും. അങ്ങനെ അവർ 2-3 വർഷം ഓടിച്ച് ലാസ്റ്റ് 2-3 സാധനം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റിയറിങ്ങിൻ്റെ 37,400 സ്റ്റിയറിങ്ങിൻ്റെ എന്തോ ഇതുണ്ട്, അത് മാറണം. 3 ഷേക്കപ്സ് മാറി, ബാക്ക് സൈഡ് എല്ലാം. അത് പുതിയ വണ്ടിയാണ്. അത് മാറാൻ വേണ്ടി അവർ ഓർഡർ ചെയ്തു. ഞാൻ പക്ഷേ പുതിയ വണ്ടിയാണ്, ഇതിനൊക്കെ പുതിയ വണ്ടി ഇത്. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് എനിക്ക് ഫാമിലിയായിട്ട് പോകാൻ തന്നെ ഒരു പേടിയായി. അങ്ങനെ കമ്പനി അറിയിക്കുമ്പോൾ കമ്പനി അത് കുഴപ്പമില്ല, റെഡിയാകും, അങ്ങനെ ആക്കുമെന്ന് പറഞ്ഞ് ബാറ്ററിയും പോയി. കഴിഞ്ഞ മാസം ഫെബ്രുവരി 28-29 ബാറ്ററി ഡൗൺ ആയി. പിന്നെ അവർ ഒന്ന് ചാർജ് ചെയ്ത് ബാറ്ററി ഓടിച്ച് പിന്നെ നിൽക്കുന്നില്ല, ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല. അങ്ങനെ കമ്പനി അറിയിച്ച് 1-ാം തീയതി ഞാൻ കമ്പനി വണ്ടിയുടെയാണ്. അപ്പോൾ അവർ ബാറ്ററി വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ബാറ്ററി ഇല്ല, അവരെയും കൊണ്ട് കണിയാപുരം നെക്സ ഷോറൂമിൽ അവിടെ സർവീസ് സെൻ്ററിലാണ് കൊടുക്കുന്നത്. എല്ലാം അവിടെ തന്നെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ ഏൽപ്പിച്ച് അവരെയും കൊണ്ട് തന്നെ പോയി ബാറ്ററി വാങ്ങുകയാണ്. 6,200 രൂപ ബാറ്ററി കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുവന്ന് തിരിച്ച് വയ്ക്കുമ്പോൾ ഇവർ ഈ ബാറ്ററി അക്സെപ്റ്റ് ചെയ്യാക്കില്ല, കമ്പനി അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേറെ പോകാൻ വഴി ബാംഗ്ലൂരിൽ ബാറ്ററി ഉണ്ട്, അവിടെ നിന്ന് വരണം. ഞാൻ പറഞ്ഞു, അതുവരെ എൻ്റെ വണ്ടി ഇവിടെ ഇട്ടേക്കണം. അത് വേറെ ഓപ്ഷൻ ഇല്ല സാറേ, വേറെ വണ്ടി തരാനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വണ്ടി ഇട്ട് ഏതാണ്ട് 22-23 ദിവസം വിഷയങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ മേടിച്ച അതേ ബാറ്ററി തന്നെ അവർ വേറെ മേടിച്ചു. സെയിം ബാറ്ററി വെച്ചു. 8,900 ബില്ലും തന്നിരിക്കും. എൻ്റെ 50% അടയ്ക്കാം. ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. എൻ്റെ വണ്ടി 24 ദിവസത്തോളം അവിടെ കമ്പനി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് നഷ്ടപരിഹാരം ചെയ്ത് വന്നേ പറ്റൂ. എനിക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ട്. അല്ല വണ്ടിക്കകത്ത് പേപ്പർ ഉണ്ടോ എടുക്കാൻ വേണ്ടി. വണ്ടി എടുക്കുന്നില്ല. വണ്ടിയുടെ അവിടെ കിട്ടും. നിങ്ങൾ ഉപയോഗിച്ചോളൂ. ചാവി രജിസ്റ്റർ ഇത് വണ്ടി എടുക്കില്ല. വണ്ടി അവർ തീരുമാനമായിട്ട് വണ്ടി എടുക്കില്ല. അത് ഇവിടെ കിട്ടും. എത്ര ദിവസമായി വണ്ടി? എത്ര ദിവസമായി? മാർച്ച് 1 അവർക്കെല്ലാം തമാശ പോലെ. EMI 46,500 രൂപ എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട്. ഈ അടയ്ക്കാറുള്ള ബാങ്ക് തന്നെ ഇതാക്കൂലേ, കമ്പനിക്ക് അവർക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ മീഡിയ കൊടുക്കും, കൺസ്യൂമർ കോർട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർ സാർ കൺസ്യൂമർ കോർട്ട് കൊടുക്കും, മീഡിയ കൊടുക്കണ്ട എന്നൊക്കെ ഉള്ള ഇതായി. ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുത്തേ പറ്റില്ല. എനിക്ക് ഇത്രയും പൈസ മുടക്കി വണ്ടി എടുത്തിട്ട് എനിക്ക് എൻ്റെ കാര്യം നടക്കണ്ടേ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ മതിയോ?
എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് വാക്കുവാദമായി. ലാസ്റ്റ് അവർ എനിക്ക് മെയിൽ ചെയ്തു, എൻ്റെ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഡെയിലി 200 രൂപ വെച്ച് ചാർജ് ഈടാക്കും. പക്ഷെ അവരുടെ റെക്കാർഡിൽ വന്നിരിക്കുന്നത് 7-ാം തീയതി വണ്ടി അവിടെ ഇടുകയും ഞാൻ 23-ാം തീയതി വണ്ടി പണി ചെയ്യുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ നിലവിൽ 1-ാം തീയതി അവിടെ വണ്ടി എല്ലാ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അവിടുത്തെ മാനേജർ എൻ്റെ പറഞ്ഞു ഒരു 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഈവനിങ്ങിന് മുമ്പ് എൻ്റെ വണ്ടി തരും എന്ന് പറഞ്ഞു. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞാണ് വണ്ടി വന്നത്. ഹലോ മിസ്റ്റർ ശിവകുമാറാണോ? അതെ. എൻ്റെ പേര് തൽഹത്ത് എന്നാണ്. ഞാൻ വിളിച്ചത് ഞാൻ കണിയാപുരത്തു നിന്നാണ്. എൻ്റെ KL 22S0088 എന്ന ഇൻവിക്ടോ ഇപ്പൊ കമ്പനി കിടക്കുകയാണ്. ഒരു സ്പെയർ പാർട്സിന് വേണ്ടിയില്ലേ? ബാറ്ററിന് വേണ്ടി. മോർ ദാൻ 2 വീക്സ് ആയി. സർ ആക്ച്വലി ബാറ്ററിന്റെ ഒരു സ്പെസിഫിക്കേഷന് വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ്. ഓരോ വിഷയത്തിന് വണ്ടി ഇങ്ങനെ കൊണ്ട് ദിവസങ്ങളോളം ഇടുമ്പോഴേ വണ്ടി ഉപയോഗിക്കുന്ന നമുക്ക് വണ്ടി ഉപയോഗിക്കാനാണ് മേടിച്ചത്. മനസ്സിലായി. ആക്ച്വലി ഇന്നലെയാണ് എൻക്വയറി വന്നത്. സാർക്ക് മാക്സിമം ഒരു നാളെ ഇങ്ങനെ ഒരു കൺഫർമേഷൻ ചെയ്തിട്ട് പാർട്ട് അറേഞ്ച് ചെയ്തതാണ്. നാളെ മാക്സിമം നാളെ സെറ്റിൽ ചെയ്തതാണ് സാർ. നാളെ ബിഫോർ ഈവനിങ് വിളിക്കുമ്പോ ഓരോ ദിവസം ഓരോ റീസൺ പറയുന്നു. സാർ എന്നെ ഫസ്റ്റ് ടൈമാണ് വിളിച്ചത്. എന്നെ വിളിച്ചത് ഫസ്റ്റ് ടൈം. നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടോ? കോൾ വെയിറ്റിംഗിലായിരുന്നു. അതെനിക്കറിയില്ല സാർ. ഇന്നലെ എൻക്വയറി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇദ്ദേഹമായിട്ട് മിസ്റ്റർ രതീഷുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. സാർ നാളെ ബിഫോർ ഈവനിങ് സാർക്ക് ബാറ്ററി അറേഞ്ച് ചെയ്തത്. മാക്സിമം നാളെ ബിഫോർ ഈവനിങ്. നാളെ ബിഫോർ ഈവനിങ്. ഈവനിങ്ങിന് മുമ്പ് എൻ്റെ വണ്ടി തരും എന്ന് പറഞ്ഞു. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞാണ് വണ്ടി വന്നത്. വണ്ടി എല്ലാവരും ചെയ്തതിന് ശേഷം ഇപ്പോഴും ആ സൗണ്ട് നിലനിൽക്കുന്നുണ്ട്. അവർ പണി ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ സൗണ്ട് ഇപ്പോഴും ഉണ്ട്. ആ വണ്ടിയിൽ ഇപ്പോഴും സൗണ്ട് ഉണ്ട്. 3 ലക്ഷം രൂപ മുടക്കി ഒരു വണ്ടി എടുത്തിട്ട് 2 വർഷമായില്ല. 2 വർഷമായി. 20 മാസത്തിൽ 6 മാസത്തോളം എനിക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. കാര്യം ആ കമ്പനിയിൽ ഓരോ ആവശ്യമായിട്ട് എടുത്തുകൊണ്ട് പോകും, ഇതാക്കും, നോക്കും, ചെക്ക് ചെയ്യും, വണ്ടി എടുത്തോണ്ട് പോകും, ചെക്ക് ചെയ്യും. 46,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ആയില്ല. ഇത് അപ്പോൾ ഇവർക്ക് ചോദിക്കുമ്പോൾ അവർ അങ്ങനെ ഓപ്ഷൻ തന്നിട്ടില്ല. ഞാൻ പറയും എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആണ്, അന്ന് മുതലേ കംപ്ലൈൻ്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അവരതൊന്നും അംഗീകരിക്കില്ല. അന്ന് എനിക്ക് 10-25 ദിവസം ഫാദർ ഹോസ്പിറ്റലാണ്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അവർ വണ്ടി തന്നാൽ വെറും 100 കിലോമീറ്റർ ഓടാൻ വേണ്ടി എനിക്ക് 17,000 രൂപയ്ക്ക് മേളിൽ എണ്ണ അടിക്കേണ്ടി വന്നു. അത്രയും മൈലേജില്ലാത്തൊരു വണ്ടിയാണ് എനിക്ക് തന്നത്. ഞാൻ അതും വിഷയം ഉണ്ടാക്കിയതിന് ശേഷം ഇത് 23 എൻ്റെ തന്ന വണ്ടിക്ക് 23 മൈലേജ് ഉണ്ട്. ഇതെൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഞാൻ എപ്പോഴും നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാറില്ല. അപ്പോൾ ഈ നോമ്പ് സമയത്ത് എൻ്റെ കയ്യിൽ വണ്ടിയേ ഇല്ലായിരുന്നു. മെനിഞ്ഞാന്നാണ് എനിക്ക് വണ്ടി കിട്ടിയത്. കംപ്ലൈൻ്റ് ആണ്. ആ സൗണ്ട് നിലനിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞ സൗണ്ട് ഇല്ല എന്നാണ്. സൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ മാറി അതൊക്കെ വെറും ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും പ്രഹസനമാണെന്നാണ് തോന്നുന്നത്. ഞാൻ അവർക്ക് പറയുമ്പോൾ അവർ നമ്മളെ ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതി എനിക്കറിയാം. അവർ പറയുമ്പോൾ അത് മെയിൻ ആൾ മാരുതിയിൽ നിന്ന് വരണം, അത് ഇവിടെ നല്ല വരണം, അവർ കമ്പനിയിൽ നിന്ന് മാരുതിയിൽ നിന്ന് ആൾ വരും, അവർ ഫ്ലൈറ്റിൽ വന്ന് ഹോട്ടലിൽ അത് നിങ്ങളുടെ ആവശ്യമെന്ന് പറയും. എനിക്ക് വണ്ടി വേണം, എനിക്ക് എൻ്റെ വണ്ടി വേണം എന്നുള്ളതിൽ അവർ അത് ഇപ്പം അങ്ങനെ നിലവിൽ അങ്ങനെ വണ്ടി മാറ്റി കൊടുക്കുന്ന സാഹചര്യം. വണ്ടി വേണം, നിങ്ങൾ എൻ്റെ കംപ്ലയിൻറ്റ് ക്ലിയർ ആക്കിയത് അതും ചെയ്തില്ല. എനിക്കിപ്പോ മെയിൽ വന്നിട്ടുണ്ട്. നമുക്ക് നാളെ മാരുതിയുടെ ഒഫീഷ്യൽസ് വരുന്നുണ്ട്. ആ ടൈമിൽ വന്നാൽ മതി കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം വരുന്നുണ്ട്. അത് അവരുടെ ടൈമിംഗ്, എന്റെ ടൈമിംഗ് ഞാൻ പറഞ്ഞോളാം, ഞാൻ വന്നോളാം. എന്റെ ടൈമിംഗ് എത്ര മണിക്ക് നമ്മൾ വരുന്നത് അതനുസരിച്ച് ഞാൻ പറയാമല്ലോ. അത് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞോളാം. ഞാൻ വരുമ്പോൾ വിളിച്ചോളാം. രാവിലെ ചിലപ്പോൾ അവർ വരുന്ന കഴിയുമ്പോൾ ഞാൻ ഒന്ന് വിളിക്കാം. അപ്പം വന്നാലും മതി കേട്ടോ. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏതാ ഈ 20 മാസത്തിനിടയിൽ മൊത്തത്തിൽ എൻ്റെ ഈ അവരെ സർവീസ് സെൻ്ററിൽ നോക്കുമ്പോൾ തന്നെ പറ്റി നല്ലപോലെ സന്തോഷത്തോടെ ഉപയോഗിക്കാൻ പറ്റില്ല. കൊണ്ടുപോകുമ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ തന്നെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ മാനസികമായിട്ട് വിഷമം. വണ്ടി എന്ത് സംഭവിക്കും ഇത്ര കാശ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി എല്ലാ മാസം അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഓരോരോ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ തൃപ്തികരമായ ഒരു മറുപടി തന്നിട്ടുമില്ല. ഇല്ല ശരിയായിട്ടുമില്ല. ശരിയാ, ധൈര്യമായിട്ട് വിളിക്കാം. തീർച്ചയായും. നമ്പർ തരുമോ? ഹലോ, ചേട്ടാ, അത് കണിയാപുരം നെക്സയുടെ മാനേജറല്ലേ? ചേട്ടൻ്റെ പേരെന്താണ്? ചേട്ടാ, വിസ്മയ ന്യൂസിൽ നിന്നാണ്. എൻ്റെ പേര് ശ്രീജിത്ത് മാരാർ. ചേട്ടാ, ഇവിടെ നമ്മുടെ തെൽഹത്ത് എന്നൊരു ചേട്ടൻ ഒരു ഒരു പരാതിയുമായി ഞങ്ങളുടെ അടുത്ത് എത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പർ പറയട്ടോ. KL 22S 0088. അദ്ദേഹം വണ്ടി എടുത്തിട്ട് ഏകദേശം 20 മാസമായി. 20 മാസത്തിനകത്ത് അദ്ദേഹത്തിന് മനസ്സമാധാനമായ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊരു ബാറ്ററി മാറാൻ തന്നെ 26 ദിവസം എടുത്തു. പിന്നെ അതിൻ്റെ ആക്സിഡൻറ്റ് കംപ്ലയിൻറ്റ് അത് തന്നെ കുറേ പ്രാവശ്യം മാറി. 35 ലക്ഷം രൂപ കൊടുത്തെടുത്ത വണ്ടിയാണ്. മാസാമാസം 10-49,000 EMI അടയ്ക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഇതുവരെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മതിയായ സർവീസോ സഹകരണമോ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും സുഹൃത്തുക്കളുടെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് പരാതി.
ആ പറഞ്ഞ പരാതി നിങ്ങൾ കൊണ്ടുപോയിട്ട് അത് പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. എന്താണ് ഏട്ടാ പറയാനുള്ളത്? ഇതിനകത്തൊന്നുമില്ല. നമ്മുടെ ലെവലിൽ നിന്നല്ല, നമ്മുടെ ഫാക്ടറിയിൽ നിന്നാണ് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ മാനുഫാക്ചറായ മാരുതിയിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ലാസ്റ്റ് ദിവസം 15 അല്ലെങ്കിൽ 25 ദിവസം വണ്ടി കിടന്നതിന്റെ ഒരു കൺഫർമേഷൻ നമ്മൾ പുള്ളിയെടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു. ചേട്ടാ, എന്തുകൊണ്ടാണ് 35 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന വണ്ടിക്ക് 20 മാസത്തിനകത്ത് ഇത്രയും പണി എങ്ങനെ ഉണ്ടാവുന്നത്? അല്ല, പണിയല്ല. ഇപ്പൊ ഒരു വണ്ടി ഒരു കംപ്ലൈന്റ്, ഒരു മാനുഫാക്ചറിങ് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് റെക്ടിഫൈ ചെയ്യാത്ത എന്താണ്? റെക്ടിഫൈ ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വന്നത്? ഇത്രയും നാൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മാരുതിയുടെ സൈഡിൽ നിന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഓൾറെഡി ചെയ്തിട്ട്. ചേട്ടാ, അത് ആ ഒരു കംപ്ലൈന്റ് ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോ വണ്ടി വന്ന് ഇൻസ്പെക്ട് ചെയ്തു, മാരുതിയുടെ ടെക്നീഷ്യന്മാര് വന്ന് ഇൻസ്പെക്ട് ചെയ്തു, അതിന് ഇന്ന സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞു, മാറ്റി അവർ ഓടിച്ചു നോക്കി, അവർ ഓക്കെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി ഇപ്പൊ ഡെലിവറി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു പറഞ്ഞ കംപ്ലൈന്റ് ഇതുവരെ റെക്ടിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതേ കംപ്ലൈന്റ് നിലനിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പരാതി. അതിനുശേഷം നമ്മൾ വേറെ കോൺടാക്ട് കാര്യങ്ങളൊന്നും. ചേട്ടാ, ഒരു കസ്റ്റമറാണ് ദൈവം. കസ്റ്റമറാണ് ദൈവം, അറിയാലോ അത്. നമ്മള് കസ്റ്റമർ ദൈവമാണ്. കസ്റ്റമർ വന്നിട്ടാണ് നമ്മൾ വണ്ടി ഇവിടെ സർവീസ് ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ടിട്ടാണ്. പക്ഷെ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല. ദാറ്റ്സ് എ റീസൺ വൈ ഹി. പുള്ളി എടുത്തിരിക്കുന്ന ഇത് വെച്ചിട്ട് കമ്പനിയുടെ ലെവലിൽ നിന്ന് ലോയൽ കസ്റ്റമർ എന്നുള്ള ഒരു നിലയ്ക്ക് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡിങ് സർവീസ് ഉൾപ്പെടെ കാര്യങ്ങൾ ഫ്രീ ആയിട്ടാണ്. ചേട്ടാ, ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഒരു ബാറ്ററി മാറാൻ വേണ്ടി 23 ദിവസത്തോളം അവിടെ കിടന്നു ബാറ്ററി. ചേട്ടാ കേട്ടാ, അപ്പോൾ 44,000 രൂപ എനിക്ക് മാസം EMI അടയ്ക്കുകയാണ്. ഒരു കാര്യമില്ല, എൻ്റെ വണ്ടി അവിടെ ഇട്ടേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മേടിച്ച ബാറ്ററി തന്നെ അവർ വേറെ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് ആ ബാറ്ററി മേടിച്ചവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വണ്ടി ഓടിക്കാനാണ്. ശരി. ഇപ്പോൾ അവർ കംപ്ലൈൻറ്റ് പറഞ്ഞ സൗണ്ട് 3-4 ഐറ്റം മാറിയിട്ടാണ് സൗണ്ട് മാറിയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. സൗണ്ട് മാറിയിട്ടേ ഇല്ല. അവർ ഓടിച്ച് നോക്കിയപ്പോൾ സൗണ്ട് മാറിയില്ല. സാർ, അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളുടെ വർക്കിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല. അതാണ് ചേട്ടാ, 20 മാസത്തിനകത്ത് ഇത്രയും കംപ്ലൈൻറ്റ് വന്നു. അദ്ദേഹം 35 ലക്ഷം രൂപ എടുത്ത വണ്ടി അദ്ദേഹം 49,000 EMI അടയ്ക്കുന്നു. നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല. അല്ല, സംഭവം ശരിയാണ്. നമ്മൾ ഡീലർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന്റെ മാനുഫാക്ചർ കാര്യങ്ങൾ ഉറപ്പുവരുത്തി. അപ്പോൾ എന്തായാലും അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഞങ്ങളെ മാധ്യമങ്ങളെ സമീപിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും വാർത്ത ചെയ്യും. അത് ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. ശരി. ഓക്കെ, ശരി. ഏതായാലും ഞങ്ങൾ ഈ പറയുന്ന മാരുതിയുടെ നെക്സയുടെ കണിയാപുരം കസ്റ്റമർ സർവീസോട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അവരുടെ പണിയുടെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല. 35 ലക്ഷം രൂപയൊക്കെ കൊടുത്തൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിന് ഇത്ര EMI അടയ്ക്കുമ്പോഴത്തേക്ക് ആ വണ്ടി മനസ്സമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ വലിയ ദുരവസ്ഥയാണ്. പരിഹരിക്കപ്പെടേണ്ടത് ഇതിൻ്റെ മാനേജ്മെൻറ്റും ബാക്കിയുള്ള ബന്ധപ്പെട്ട ആൾക്കാരുമാണ്. വലിയൊരു ഗൗരവമുള്ള വിഷയമാണിത്. ഇതെന്തായാലും ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. ന്യൂസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.